നമസ്കാരം. ഉത്രാടത്തിന്റെ ഒടുവിലുള്ള 45 നാഴിക, തിരുവോണം, അവിട്ടം ആദ്യ 30 നാഴിക ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് ജൂലൈ മാസം 7-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 3-ൽ ശനിയും 2-ൽ രാഹുവുമാണ് ഉള്ളത്. പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമാണ്. വ്യാഴത്തിന്റെ 7-ലെ സ്ഥിതിയും ശനിയുടെ 3-ലെ സ്ഥിതിയും ഒക്കെ നല്ലതാണ്. പല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി ലഭിക്കും. കാര്യവിജയം ഉണ്ടാകും. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കും. ദീർഘകാലമായി മനസ്സിൽ ചിന്തിച്ചിരുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് അവസരം ലഭിക്കും. ദീർഘകാലമായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് ചെയ്യാനുള്ള അവസരവും വന്നു ചേരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും. ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം ഒരു നല്ല സാഹചര്യം ഉണ്ടാകും. നിങ്ങളുടെ തൊഴിൽ മേഖലകൾ എല്ലായിടത്തും വികസിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കൂടുതൽ വരുമാനം ലഭിക്കും. സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കാൻ സാധിക്കും. കർമ്മരംഗത്ത് ഒട്ടേറെ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിക്കുന്ന ചില ലക്ഷ്യങ്ങളിലേക്കുള്ള സാഹചര്യം കൂടുതൽ വ്യക്തമാകുന്നതായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന സുപ്രധാനമായ ഒരു തീർത്ഥാടന യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. വളരെ വിശുദ്ധമായ പുണ്യ സങ്കേതങ്ങളിലേക്ക് മനസ്സിനും ശരീരത്തിനും ആനന്ദം നിറയ്ക്കുന്ന നല്ലൊരു തീർത്ഥാടനത്തിനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതും ആണ്. കുട്ടികൾക്ക് നല്ല പഠന പുരോഗതി ഉണ്ടാകും. ഉപരിപഠന കാര്യങ്ങളിൽ അതുകൊണ്ട് വളരെ ഗുണമുണ്ടാകും. ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാന തീരുമാനങ്ങളെല്ലാം നന്നായി ചിന്തിച്ച് എടുക്കണം. കച്ചവടക്കാർക്ക് വളരെ ലാഭകരമായി കാര്യങ്ങൾ മുമ്പോട്ട് പോകും. വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി വലിയ ഉയർച്ച കൈവരിക്കാൻ സാധിക്കും. ബിസിനസ് ശൃംഖലയെ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയും. എല്ലാ രീതിയിലും ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ജൂലൈ മാസത്തിൽ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ പലതിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. നന്നായി ചിന്തിച്ച് തന്നെ ചെയ്യുക. വഴിത്തിരിവിൻ്റെ ഒരു കാലഘട്ടമാണ് കാണുന്നത്. സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്.